ശനിയാഴ്ചയാണ് ആലപ്പുഴ പുന്നപ്ര വാടക്കലിൽ 52-കാരനായ ദിനേശനെ തരിശുപാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ നാട്ടുകാർക്ക് വലിയ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. തികഞ്ഞ മദ്യപാനിയായിരുന്ന ദിനേശൻ കുഴഞ്ഞു വീണോ മറ്റോ മരിച്ചു എന്നായിരുന്നു നാട്ടുകാർ ധരിച്ചിരുന്നത്. കുടുംബം ഇയാളുടെ എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 തുടങ്ങി, അതായത് ജനുവരി മാസം ഫുള്ള് നമ്മുടെ ഫെബ്രുവരി മാസം ഇന്ന് 13-ാം തീയതി വരെ കേട്ടോ. ഈ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒളിച്ചോട്ടോ എന്തൊക്കെയല്ലേ ഡെയിലി നടക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തും ഇതൊക്കെ നടന്നിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിരുന്നില്ല, വിരൽ തുമ്പിൽ വാർത്തകൾ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. റേഡിയോയിലൂടെയൊക്കെ മാത്രമാണ് നമ്മൾ വാർത്തകളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിതൊന്നും നമ്മുടെ മുന്നിൽ അറിയപ്പെടാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം സജീവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വാർത്തയും ഞൊടിയിടയിൽ, അതായത് പെട്ടെന്ന് തൽക്ഷണം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൈവായിട്ടാണ് നമുക്ക് എല്ലാ വാർത്തകളും ഇപ്പോൾ ലഭിക്കുന്നത് അല്ലേ. ഇപ്പം താണ്ടെ ആലപ്പുഴയിൽ പുന്നപ്ര ഒരു മരണം നടന്നിരിക്കുകയാണ്. അമ്മയുടെ കാമുകനെ മകൻ കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം എന്താണ് ഇവിടെ ഈ അമ്മയും മകനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ചെറുപ്പം പ്രായമല്ല. അമ്മയ്ക്ക് ഏകദേശം ഒരു നല്ല ഏജ് ഉണ്ട്. ഞാൻ അമ്മയുടെ ഫോട്ടോ ഇവിടെ കാണിക്കാം. അമ്മയും ആ മകനെയും മരണപ്പെട്ട ആളെയൊക്കെ ഞാനത് കാണിക്കാം. നിങ്ങൾ കണ്ടിട്ട് പറയുക ഇതൊക്കെ ഏതൊരു ഇതിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ കുറിച്ച് വിശദാംശങ്ങൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം. എന്നിരുന്നാലും ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യമാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളം ഇപ്പോൾ വടക്കേ ഇന്ത്യ ആ ഒരു മോഡലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ? എന്താണിത്? ജീവനൊന്നും ഒരു വിലയില്ലേ? നമ്മൾ കുറ്റവാളികളെ ശിക്ഷിക്കാനായിട്ട് നിയമമുണ്ട്. ഇതിപ്പോൾ അതൊന്നും അല്ല. നേരിട്ട് എല്ലാവരും സ്വയം അങ്ങ് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഒരാളുടെ ജീവൻ ഒരു വിലയുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലല്ലേ. എല്ലാ ദിവസവും മരണമാണ്. മരണം മീൻസ് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. ആ ഒരു ഇതിലൂടെയാണ് നമ്മുടെ കേരളം ഫുള്ള്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രഭാതവും നമ്മുടെ മുന്നിലെത്തുന്ന വാർത്ത അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, നമ്മൾ ഇന്നലെ കണ്ടൊരു വ്യക്തിയെ പിന്നെ നാളെ കാണുന്നില്ല. കാര്യം സ്വാഭാവിക മരണമല്ല. ഒന്നെങ്കിൽ അത് ആത്മഹത്യ ആയിരിക്കും, അല്ലെങ്കിൽ അത് കൊലപാതകമായിരിക്കും. ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ കെണിയൊരുക്കിയായിരുന്നു കൊലപാതകം. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇന്നലെയാണ് പറമ്പിൽ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യം അത് ഷോക്കേറ്റുള്ള മരണം എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ അതൊരു കൊലപാതകമാണ് എന്ന് തെളിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാളുടെ മൃതദേഹം വാടക്കൽ ഉള്ള ഒരു പാടശേഖരത്തിൽ കണ്ടെത്തുന്നത്. വാടക്കൽ കളർകോട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള പാടശേഖരത്തിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം, ദിനേശന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടന്നു. വൈദ്യുതാഘാതം ഏറ്റതാണ് മരണകാരണം എന്ന് ഉള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതിൽ പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു കുടുംബത്തിലെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. വാടക്കൽ സ്വദേശിയായ കിരൺ, ഒപ്പം തന്നെ കിരണിന്റെ അച്ഛൻ, കുഞ്ഞുമോൻ, ഭാര്യ എന്നിവരാണ്, കിരണിന്റെ അമ്മ എന്നിവരാണ് ഇപ്പോൾ പുന്നപ്ര പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കിരണുമായി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത്, അതായത് കിരണിന്റെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കിരണിന്റെ അമ്മയുമായി ദിനേശിനുണ്ടായിരുന്ന അടുപ്പമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക്, അതിന്റെ ഒരു പ്രകോപനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കിരണിനും കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോനും ഈ കൊലപാതകത്തെ സംബന്ധിച്ച് അതിൽ ഇരുവരും പങ്കാളികളാണ് എന്നുള്ള വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കൊലപ്പെടുത്തിയ ശേഷം, അതായത് വീടിന്റെ പിൻഭാഗത്ത് വയർ ഉപയോഗിച്ച് വൈദ്യുതാഘാതം ഏൽക്കത്തക്ക രീതിയിൽ വയർ ഘടിപ്പിച്ച ശേഷം ആണ് ദിനേശൻ അവിടെ എത്തിയപ്പോൾ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ഇവിടെ കിരൺ എന്ന് പറയുന്ന പയ്യൻ ദിനേശ് എന്ന് പറയുന്ന ഒരാളെയാണ് വകവരുത്തിയിരിക്കുന്നത്. അതും ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. അതായത് തൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായി എത്തുന്ന ദിനേശിനെ
കെണിയിൽപ്പെടുത്തി, അതായത് ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിരണിൻ്റെ മൃതദേഹം കണ്ടെത്തിയ ആ സമയം മുതൽ മരണാനന്തര കർമ്മങ്ങൾക്കും പോലീസ് സ്റ്റേഷനിലെ എൻക്വയറിക്കും എല്ലാം ആ വീട്ടുകാരോടൊപ്പം പൂർണ്ണ പിന്തുണയോടെ നിന്നിരുന്ന വ്യക്തിയാണ് ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി. തൻ്റെ അമ്മയ്ക്ക് ഈ വ്യക്തിയുമായിട്ടുണ്ടായ അവിഹിത ബന്ധം എന്താണ്, ആ ഒരു ബന്ധത്തിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുന്നിൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഈ ദിനേശ് കിരണിനെ വളരെയധികം ആക്രമിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഈ ദിനേശിനെ പറ്റി പറയാനാണെങ്കിൽ ദിനേശിൻ്റെ മകൾ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ദിനേശ് ഫാമിലിയുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമൊന്നുമില്ലാതെ 2 വർഷമായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് മകൾ പറയുന്നത് കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പാടത്ത് ഉപേക്ഷിച്ചു. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. പ്രതി കിരൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സുദിഷ, നേരത്തെ തെളിവെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. അതോടൊപ്പം സുദിഷ നാട്ടുകാരോടൊക്കെ സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ? ഷിയാസ് കൊല്ലപ്പെട്ട ദിനേശന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദിനേശന്റെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ദിനേശന്റെ മകൻ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രതി എന്ന് പറയുന്ന കിരണിനെ നേരത്തെ തൊട്ട അയൽവാസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളാണ്, വലിയ അടുപ്പമില്ല, സുഹൃത്തുക്കളാണ്, പണ്ട് പോലെ അറിയാം. ഈ ആളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊക്കെ അറിയാമോ? എൻ്റെ അറിവിൽ പ്രശ്നങ്ങളായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എങ്ങനെയാണ് ഈ സംഭവം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? സംഭവം ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ അച്ഛൻ അപ്പുറത്തെ പാടത്തിന് മരിച്ചു കിടക്കുവാണ്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു കേസാണ്. പിന്നെ പിറ്റേ ദിവസം പോലീസുകാർ വന്ന് അന്വേഷണമൊക്കെ തുടങ്ങി. ഇന്ന് രാവിലെ ഇവിടെ വന്ന് കിരൺ എന്ന് പറയുന്ന ആളെ കൊണ്ടുപോകും. ഞാൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞത്. ഈ മരണശേഷം കിരൺ നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു? ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഇവിടെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ നിന്ന് നേരെ സ്റ്റേഷനിൽ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ പോലീസ് അവിടെ മൊഴി കൊടുത്തോണ്ടിരിക്കും. അവിടെ കുറേ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫോണിലോട്ട്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തായിരുന്നു. കസിനെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പണി കഴിഞ്ഞ് വന്നുള്ള ഇവിടെയാണ് ഇപ്പോഴാണ് കാര്യം പറഞ്ഞത്. കിരൺ സംസാരിച്ചു? അങ്ങനെ സംസാരിച്ചെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ദിനേശന്റെ മകനാണ് സംസാരിച്ചത്. മകൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? എന്ത് പറയാനായിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാനായിട്ട് ഒരു സംശയത്തിന്റെ ഇതിൽ ഞങ്ങൾക്ക് വരത്തൊക്കെ ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്ത് പറയാനാണ്, ഞാൻ ഇതിനെക്കുറിച്ച് പോലീസുകാർ വന്ന് അന്വേഷിച്ച് പുള്ളിനെ കൊണ്ടുപോയപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പറയാനായിട്ട് ഇല്ലായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെയാണോ താമസം? ഇല്ല, അച്ഛൻ ഇവിടെ അല്ലായിരുന്നു. അച്ഛൻ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ലോഡ്ജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 2 വർഷത്തോളമായി ഞങ്ങളുമായിട്ട് തിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു കോണ്ടാക്റ്റോ വിളിയോ പറച്ചിലോ ഒന്നും ഇല്ല. പക്ഷേ ഈ വഴി കൂടെ എപ്പോഴും ആ 2 വീട്ടുകാരുമായിട്ട് സഹകരണമുണ്ട്. അതിൻ്റെ അപ്പുറത്തെ കിഴക്കിലെ വീട്ടുകാരുമായിട്ടാണ് നല്ല സഹകരണം ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരിയായിട്ടൊക്കെ ഇച്ചിരി എന്തോ ഒരു ബന്ധമൊക്കെ ഉള്ളത് നമുക്കറിയാമായിരുന്നു നേരത്തെ തൊട്ട്. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മോനെ അടിക്കുകയൊക്കെ ചെയ്ത്. അതായത് കിരൺ മുൻപ് ഇയാളെ അടിച്ചിട്ടുണ്ട്. അച്ഛന് ബോധം പോയി. അതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ അപ്പുറത്തെ കിഴക്കിലെ അമ്മയാണ് ഞങ്ങളോട് പറയുന്നത്. പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ അങ്ങനെ ഉണ്ട്. എന്നാലും ഇതുപോലത്തെ ഇത്രയും ഒരു ഇതായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചടങ്ങിനൊക്കെ കിരൺ ഇവിടെ ഉണ്ടായിരുന്നു? അവരെ അച്ഛനും അമ്മയും മോനും ഈ ചടങ്ങിനെല്ലാം ഉണ്ടായിരുന്നു. അനിയൻ അച്ഛൻ്റെ ബോഡിയും കൊണ്ട് ആശുപത്രി പോയപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പാൻ ചെന്നപ്പം ആ ലോഡ്ജിൽ പോകാനും എല്ലാത്തിനും കിരൺ ഉണ്ടായിരുന്നു കൂടെ. സംശയം ആ ഘട്ടത്തിലൊന്നും ഉണ്ടായില്ല. അപ്പോഴും ഒന്നും നമുക്ക് ഇനി എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്, പക്ഷെ നമ്മളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇല്ല, ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ട് അപ്പം നമ്മൾ അറിയുന്ന അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഷിഹാസ്. വീട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒരു തരത്തിലുള്ള സംശയവും കിരണിന് മേൽ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ എന്ന വണ്ണം ദിനേശന്റെ മരണാനന്തര ചടങ്ങുകൾക്കും ഒപ്പം ആശുപത്രിയിലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തന്നെ കിരൺ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിന്ന് ദിനേശന്റെ വീടാണ്. തൊട്ട് ഇപ്പുറത്തുള്ള ഈ വീടാണ് കിരണിന്റെ വീട്. അത്ര തൊട്ട് അയൽവാസികളാണ് ഇരുവരും. പക്ഷേ കുടുംബം സൂചിപ്പിച്ചതുപോലെ ദിനേശൻ കുറച്ച് കാലമായി, ഏതാണ്ട് 2 വർഷത്തോളമായി വീട്ടിലല്ല താമസിക്കുന്നത്. മറ്റൊരിടത്ത് ലോഡ്ജിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
തെളിവെടുപ്പ് തുടരുകയാണ്. അവിടേക്ക് രണ്ടാമതായി ദിനേശിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ഇരുമ്പ് ദണ്ട്, മറ്റ് മൊബൈൽ ഫോണ്, അങ്ങനെ മറ്റെന്തൊക്കെ വസ്തുക്കൾ, മൊഴിയിൽ പറഞ്ഞിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെ കിരൺ എറിഞ്ഞത് തൊട്ട് മുൻപിലുള്ള ഈ പുല്ല് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തേക്കാണ്. അവിടെ അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും പ്രദേശവാസികളായ ചിലരും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. ആ തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കിരണിന്റെ വീടിനകത്ത് കിരണിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും പോലീസിന് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഷോക്ക് അടുപ്പിച്ചാണ് കൊന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഷോക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി വീടിനകത്ത് നിന്ന് ഷോക്ക് അടുപ്പിക്കുന്നു, അതിനുശേഷം കയ്യിലേക്ക് വീണ്ടും ഷോക്ക് അടുപ്പിച്ച് മരണം ഉറപ്പുവരുത്തുന്നു. അത്തരത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മകൾ പറയുന്നത്, അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മകള് പറയുന്നത് കേട്ടു. ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണം ആദ്യം കണ്ട കുട്ടി വന്ന് ഒരാള് വയലിൽ കിടക്കുന്നത് കണ്ടിട്ട് ഒരു കുട്ടി വന്ന് ഈ കിരണിന്റെ അമ്മയുടെ അടുത്താണ് പറയുന്നത്, ഒരാൾ അവിടെ വയലിൽ മറിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അശ്വതി അമ്മ എന്ന് പറയുന്നത്, അശ്വതി അമ്മയുടെ അടുത്താണ് പോയി പറയുന്നത്. അപ്പോൾ ഈ അശ്വമ്മ പറയുന്നത്, അതവിടെ കിടക്കട്ടെ, നീ ആരോടും പറയണം, നീ നിന്റെ പാട്ടിന് പൊക്കു, കാര്യം അത് വെള്ളം അടിച്ചിട്ട് കിടക്കുവാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു വോയിസ് അത് പറയുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്. ആ മകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം, അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താണ് അവിടെ നടന്നതെന്നുള്ള സംഭവം, ഈ ഒരു മരണം നടക്കുന്ന സമയത്ത് ആ കുട്ടി കണ്ട കാഴ്ച എന്താണെന്നും എങ്ങനെയാണ് ദിനേശാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് കാണുന്നത് പുള്ളി കമ്മന്ന് അവിടെ കിടക്കും. അപ്പം അവൻ വിചാരിച്ചത് ആളും ആരാന്നറിയത്തില്ല, വെള്ളം അടിച്ച് കിടക്കുമെന്നാ കുഞ്ഞും വിചാരിച്ചത്. പക്ഷെ അവൻ പറഞ്ഞു ഇതിലേക്കൂടെ, അവൻ ആ പാടത്ത് ചൂണ്ടിടാൻ പോയിട്ട് ഇതിലേക്കൂടെ കയറി വന്നപ്പം പുള്ളിക്കാരുടെ വീട് പുള്ളിക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു, അശ്വതിയമ്മ അവിടെ ആരണ്ട ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാര് പറഞ്ഞു. കുഞ്ഞ് പറഞ്ഞില്ല. കുഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് 4 മണിയായപ്പോ പിന്നെയും ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോഴും പുള്ളി അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ കുഞ്ഞ് അവിടെ, എൻ്റെ അപ്പച്ചിയൊക്കെ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വരും. അപ്പൊ അവരും എല്ലാവരും പറഞ്ഞപ്പോൾ അവര് വീട്ടിൽ പോലും വരാതെ ആ വഴി അങ്ങ് കയറിപ്പോയി നോക്കിയപ്പോൾ ഇവിടെ ഇത്തിരി ആളായി. അപ്പോഴും എൻ്റെ അനിയനൊക്കെ വന്നപ്പോഴേ നമുക്ക് എന്നിട്ട് അച്ഛനാണെന്നുള്ളൊരു ചിന്ത വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരും എല്ലാവരും വന്ന് ബോഡി നോക്കിയപ്പോൾ അച്ഛനാണെന്ന് കൺഫേം ആയത്. നേരെ അവർ കൊണ്ടുപോയതിൻ്റെ ഫ്രണ്ട്സ് കേട്ടല്ലോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്, അതായത് മകനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള കാര്യം ഈ അമ്മയ്ക്ക് അറിഞ്ഞിരിക്കണം. കാര്യം അമ്മ ഇങ്ങനെ കാമുകനെ മകൻ കൊന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ മകനെയും കൂടെ ഇതിന് നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം കാര്യം അമ്മ അത് ഒളിച്ചു വെക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു കൊലപാതകത്തിൽ ഈ മകനും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിനും ഇവർക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം. 3 പേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിരണിനെ അവിടെ കൊണ്ടുവന്നു തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിനേശിന് ഒരു മകനുമാണുള്ളത്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു മരണത്തിൽ വളരെയധികം ദുഃഖം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് വലിയായിട്ടും തോന്നില്ല. കാര്യം ഈ അച്ഛൻ്റെ ഈ സ്വഭാവത്തിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടും ഇങ്ങനൊരു ക്യാരക്ടർ, അതായത് ചെറുപ്പമല്ല, ഇവർ രണ്ടുപേരും വളരെ ചെറുപ്പമല്ല, ഇവർക്ക് നല്ല ഏജിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളെയൊക്കെ നേർവഴിക്ക് നയിക്കാണ്ട് ഈ ഒരു പ്രായത്തിൽ ഇവർ ഈ ഒരു ക്യാരക്ടർ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം മ്ലേച്ഛകരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു സംഭവം അതായത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ മകൻ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇരുമ്പ് തകിടിൽ ഇലക്ട്രിക്കൽ വയർ ഘടിപ്പിച്ച് വെക്കുകയും ഇയാൾ വീട്ടിൽ വന്ന സമയത്ത് ഷോക്ക് അടുപ്പിച്ച് കൊല്ലുകയും ഷോക്ക് അടുപ്പിച്ചതിന് ശേഷം ഇയാളുടെ മൃതദേഹം മരണത്തിന് ശേഷം ഇയാളെടുത്ത് വയലിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. ഓക്കെ, വയലിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഇയാൾ മദ്യപാനിയാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ മദ്യപിച്ച് മറിഞ്ഞടിച്ചിട്ട് വീണ്, അതായത് ബോധം പോയി കിടന്ന് അവിടെ കിടന്ന് മരിച്ചു പോയതായിരിക്കുമെന്നായിരിക്കും ആദ്യം നിഗമനം വന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാൾക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ടെന്ന്, വലിയ രീതിയിൽ ഷോക്ക് ഏറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയും ഏത് വീട്ടിൽ നിന്നാണ് എങ്ങനെയാണ് ഈ ഷോക്ക് ഏറ്റത് എന്ന KSEBയുടെ കണ്ടെത്തലിലൂടെയാണ് ഈ ഒരു കുറ്റവാളിയിലേക്ക് പോലീസ് വിരൽ ചൂണ്ടിയത്. കാര്യം അങ്ങനെയാണ്, അതായത് KSEBയുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഇവർക്കിത് കണ്ടെത്താൻ സാധിച്ചത് കേട്ടോ. അത് നമുക്ക് വളരെയധികം പ്രശംസനീയമാണ് നമ്മുടെ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു സമീപനം. ഇത്ര ശക്തമായ കറണ്ട് ഏത് വീട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നും എത്ര യൂണിറ്റ് ഒരു സമയത്ത് അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു വ്യക്തിയിലേക്ക്, കുറ്റവാളിയിലേക്ക് വിരൽ ചൂണ്ടപ്പെട്ടതും ഈ ഒരു കേസ് ഇത്ര പെട്ടെന്ന് തെളിഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലായിരുന്നു എങ്കിൽ, ഇതിലിങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ, KSEB ഇതിൽ ഇടപെട്ടില്ലായിരുന്നു എങ്കിലും പോലീസ് ഒരുപാട് വലഞ്ഞേനെ. കാര്യം ഇത് സ്വാഭാവിക മരണമായിട്ട്
കരുതപ്പെട്ടത്. പക്ഷേ ഇത്രയും മകന് ആ വാശി ഉള്ളിൽ, ഇത്രയും വിഷമം ഉള്ളിൽ ഉണ്ടായതിന് കാരണം ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നിൽ ഇവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലൂടെയാണ് ഇത്രയും കൊടിയ ശത്രുത ഉണ്ടായത് അച്ഛനും മകനും. അതായത് ഈ അച്ഛനും അറിയായിരുന്നു ഭാര്യയുടെ ഈ വഴിവിട്ട ബന്ധം അറിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടായ രണ്ടുപേരോട് ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയാണോ നമുക്കറിയില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഇപ്പം പ്രാഥമിക തെളിവെടുപ്പിൽ തന്നെ നമുക്ക് കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചു. ഇനി ഇതിൻ്റെ അനന്തര നടപടികൾ, ഇതിൽ ആരൊക്കെ ഇനി പങ്കാളികളായിട്ടുണ്ട്, ഇവർക്ക് ഇതിനകത്ത് എന്താണ് ഇവർക്ക് ഇതിലുള്ള പങ്ക് എന്താണ്, ഈ അമ്മയ്ക്ക് ഇതിനകത്തുള്ള പങ്ക് എന്താണ്, ഈ ഭർത്താവിന് ഇതിലുള്ള പങ്ക് എന്താണ് എന്നൊക്കെയുള്ള കാര്യം തുടർ അന്വേഷണങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം അനുസരിച്ച് അച്ഛൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് മകനിത് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന ഊഹാപോഹങ്ങളാണോ എന്നറിയില്ല. പിന്നെ അമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നു എന്നും അമ്മ ഇത് മറച്ചു വെക്കുകയായിരുന്നു എന്നും നമുക്ക് ആ കുട്ടി പറയുന്ന മൊഴിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എപ്പോഴും ഈ ഒരു പോലെ ആയിരിക്കും അവസാനിക്കുന്നില്ലേ. നമ്മുടെ ആതിര ആയാലും ഇപ്പം നമ്മുടെ 2 ദിവസം മുമ്പ് ഒരു കുട്ടി ഒളിച്ചോടി പോയല്ലോ, അതിൻ്റെ ഒളിച്ചോട്ടം അതവിടെ അവസാനിച്ചു. അതുപോലെ ഇങ്ങനെയുള്ള ഒരു ബന്ധവും എനിക്ക് നല്ല രീതിയിൽ നിലനിൽക്കും എന്ന് തോന്നുന്നില്ല. കാര്യം അതും ഇത്രയും ഏജ്ഡായിട്ടുള്ള ഇവർക്ക് ഈ ഒരു അവസരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണല്ലേ. ഇത്രയും നമ്മൾ നല്ലപോലെ ബഹുമാനിക്കുന്ന നല്ല ഏജ്ഡായിട്ടുള്ളൊരു സ്ത്രീ, എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം അവർ വളരെയധികം മോശകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ അങ്ങനെയുള്ള ഭാഷകളൊന്നും ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊക്കെ അവരെക്കുറിച്ച് വളരെയധികം ദേഷ്യമാണുള്ളത് കേട്ടോ. ഇത്രയും ഏജ്ഡായിട്ടുള്ള മകൻ, ഇത്രയും വലിയ മകൻ, അതുപോലെ തന്നെ അയാൾക്കും നല്ല വലിയ പ്രായമുള്ളൊരു മകനും മകളും ഉണ്ട്. ഈ പ്രായത്തിലും ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. എന്തായിരുന്നാലും ഇതിൻ്റെ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.